Hi friends, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഗ്രിൽഡ് ചിക്കൻ റെസിപ്പിയാണ്. നല്ല ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. നമുക്ക് വീട്ടിൽ തന്നെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി. അതിനായിട്ട് ആദ്യം നമുക്ക് നമ്മൾ അടുപ്പിൽ ചിരട്ട വെച്ചിട്ടാണ് കനൽ ഉണ്ടാക്കിയിരിക്കുന്നത്. കുറച്ച് നേരത്തെ കനൽ ആവശ്യമുണ്ട്. അതിനുശേഷം ഇനി നമുക്ക് ഇൻഗ്രീഡിയൻസിലേക്ക് നോക്കാം. ഇതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇതൊക്കെ. ചിക്കൻ നമ്മൾ ബോൺലെസ് ആയിട്ടുള്ള ബ്രസ്റ്റ് പീസാണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതൊരു 1/2 കിലോ വരും. 1/2 കിലോ ബോൺലെസ് ചിക്കൻ ബ്രസ്റ്റ് പീസ്. ഇതിലേക്ക് നമുക്ക് കാശ്മീരി ചില്ലി പൗഡർ യൂസ് ചെയ്യാം. 3 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാല, ഉപ്പ് ആവശ്യാനുസരണം നിങ്ങൾക്ക് ചേർക്കാം. ഞാനിവിടെ ഒരു 1-1.5 ടീസ്പൂൺ വരെ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ആവശ്യത്തിന് ചേർക്കാം. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ പേസ്റ്റാക്കി അതാണ് ഇതിലേക്ക് മിക്സ് ചെയ്തത്. അത് രണ്ടും കൂടെ 2 ടേബിൾ സ്പൂൺ ഉണ്ട്. ഇനി എല്ലാം നന്നായിട്ടൊന്ന് നമുക്ക് ആ ചിക്കനിലേക്ക് തേച്ച് പിടിപ്പിക്കണം. എല്ലാ സ്ഥലത്തും അതിൻ്റെ മസാല എത്തിക്കഴിഞ്ഞാലേ നമുക്ക് കഴിക്കുമ്പോഴായാലും അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. അധികം ബുദ്ധിമുട്ടൊന്നുമില്ലാതെ വളരെ ഈസി ആയിട്ട് നമുക്കൊരു ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സായി കഴിഞ്ഞാൽ നമുക്കതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കണം. വളരെ കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി. ഒരു ടീസ്പൂൺ മുതൽ 2 ടീസ്പൂൺ വരെ എണ്ണ ഒഴിക്കാം. അതിനുശേഷം നമുക്കൊരു അരമണിക്കൂർ മസാല അതിൽ പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പം നമ്മളുടെ അടുപ്പിൽ ഇതിൻ്റെ കനൽ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് ആദ്യമേ ചെയ്യണം, അല്ലെങ്കിൽ പിന്നെ സമയത്ത് ചെയ്യേണ്ടി വരും. ഇതൊരു ഗ്രില്ല് ചെയ്യാനുള്ള ഇതാണ്. ആ ഗ്രില്ലിങ്ങിൻ്റെ സംഭവം അതിലേക്ക് നമ്മളിത് വെച്ച് കൊടുക്കുകയാണ്. അരമണിക്കൂറിന് ശേഷമാണ് നമ്മളിത് വെച്ച് കൊടുക്കുന്നത്. എല്ലാം ഒന്ന് സെറ്റാക്കി അതിൽ വെച്ച് കൊടുക്കാം. അതെല്ലാം വെച്ച് നമുക്ക് ക്ലോസ് ചെയ്യാം. ഒരു 5 മിനിറ്റ് കൂടെ ഇരിക്കട്ടെ. നമുക്ക് ആ ടൈമിൽ ഒരു ചെറിയ മസാല പ്രിപ്പറേഷൻ ഉണ്ട്. അതിന് കശ്മീരി ചില്ലി പൗഡർ ഒരു 1.5 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഓയിലാണ്. ഓയിൽ ഒരു 2 ടേബിൾ സ്പൂൺ ഉണ്ട്. ഈ 2 ടേബിൾ സ്പൂൺ ഓയിലിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുകയാണ്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സായി കഴിയുമ്പോഴത്തേക്കും ഇത് നമുക്ക് ആവശ്യം വരുന്നത് ചിക്കൻ ഇങ്ങനെ ഗ്രില്ല് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിന് മുകളിൽ ഒരുപാട് ഡ്രൈ ആയി പോകാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അതിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം. കനലിലേക്ക് വെക്കുകയാണിത്. നല്ല ചൂടുണ്ട്. അടുത്ത് പോകുമ്പോൾ തന്നെ
നല്ലതായിട്ട് ചൂടടിക്കുന്നുണ്ട്. അധിക സമയം നമുക്ക് അടുത്ത് നിൽക്കാൻ പറ്റില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു 12 മിനിറ്റ്സ് അതിനുള്ളിൽ ഇത് ഫുള്ള് റെഡിയായി കിട്ടി. അത്രയ്ക്ക് ചൂടായിരുന്നു. ഇതിനിടയ്ക്ക് ഞാൻ ബ്രഷ് ചെയ്ത് കൊടുത്തു. രണ്ട് രമ്പ ഇലയും കൂടെ വെച്ച് കൊടുത്തതാണ്. അതിൻ്റെ ഒരു ചെറിയ മണം കിട്ടട്ടെ എന്ന് കരുതി 2 രമ്പ ഇലയും കൂടെ വെച്ച് കൊടുത്തു. 12 മിനിറ്റ്സ് കൊണ്ട് 2 സൈഡും നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ആ മസാലയൊക്കെ നമ്മൾ നന്നായിട്ട് അതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തായിരുന്നു. ഇത് നമ്മളുടെ ഹോം മെയ്ഡ് മയോണൈസൊന്നും അല്ല, നമ്മൾ വാങ്ങിയതാണ്. തന്തൂരി മയോണൈസും നോർമൽ മയോണൈസും ആണ്. ആ മയോണൈസും കൂടെ ചേർത്ത് നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ, ഹോട്ടൽസിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്നത് ബോൺലെസ് ടിക്കയാണ് കിട്ടാറുള്ളത്. പക്ഷേ നമുക്ക് വീട്ടിൽ കൂടുതലും എല്ലാവരും ഇഷ്ടം ബോൺലെസ് ആയിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ നമ്മളിതിനെടുത്തത്. ഇതാകുമ്പോൾ നമുക്കൊരു ഈവനിങ് സ്നാക്ക് പോലെ കുട്ടികൾക്ക് വേണമെങ്കിലും കൊടുക്കാം. നമുക്ക് അതിനനുസരിച്ച് എരിവ് കുറയ്ക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.